ഗുഡ് മോർണിംഗ്. രാവിലെ സമയം ഏകദേശം 3:15 ഞാനിപ്പോൾ നിൽക്കുന്നത് കൊമ്പുതുറൈ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂണ്ടപ്പണിക്ക്, അതായത് ആഴക്കടലിൽ പോയി തോട് കണവ പിടിക്കുന്നത്, അതും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടുകളിൽ ഉപയോഗിക്കുന്നത് പോലെ ഡിസ്കോ ഉപയോഗിച്ചിട്ടല്ല, അല്ലാതെ വേറൊരു സാധനം, എന്താ പറയുക, പോകുന്ന വഴികളാണ് ഞാൻ നിങ്ങൾ കാണിച്ചേ. നമ്മൾ ഡിസ്കോ അല്ലാതെ വേറൊരു സാധനം ഇവരായിട്ട് തന്നെ കൊണ്ടാക്കി അതിൽ ചൂണ്ടയൊക്കെ വെച്ച് കെട്ടി വിടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പണിക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതായാലും കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3:45 നമ്മുടെ വണ്ടി വന്ന് വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈഡ് ടയറുകൾ 2 സൈഡിലായിട്ട് വെച്ചിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ നാടുകളിലുള്ള ടൈപ്പല്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ടയർ വെച്ചിട്ടാണ് തള്ളുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് വള്ളത്തിൽ സെറ്റാവുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല അത്യാവശ്യം കൊള്ളാട്ടോ. അപ്പോൾ വള്ളത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എടാ വള്ളം പിടിച്ചങ്ങ് ഇറക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ടയർ മാത്രം കറങ്ങുന്നുണ്ട്, വള്ളം നേരെ പോകുന്നില്ല. ഓക്കെ എടാ, നിന്ന് കറങ്ങുന്നുണ്ടാ, ടയർ സ്പീഡിന് കറങ്ങിയ വള്ളം പതിയെ പോകുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലുള്ളത് പോലെ കടലടിയൊന്നും ഇല്ല കേട്ടാ. ഇപ്പൊ അല്ല, എപ്പോഴാச்சுം അടിക്കുമാ നല്ല അടിക്കുമാ. അപ്പൊ ഇവിടെ കടലടിക്കുന്ന സീസൺ അല്ലേ നമ്മുടെ നാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊരിഞ്ഞ കടലടിയാവും. കടലടിച്ച് വീട്ടിനകത്തൊക്കെ കയറുന്നത്. അവിടെ ഓരോ നാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. അതിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനെതിരെ സംസാരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാടുകളിലും എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിതങ്ങാണ്. ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പോയ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇതിൻ്റെ പിന്നാലെ ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അവൻ്റെ കുടുംബം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ തീരെ ഇല്ല. അത് വേറെ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവൻ്റെ കുട പിടിക്കുന്ന ടീംസൊക്കെയാണ് എല്ലാവരും. ഇല്ലാത്തവനെ സഹായിക്കുകയോ ഇല്ല. അതേപോലെ തന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 100 ആൾക്കാർ. നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ട അതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറച്ചധികം. അപ്പം അതിൻ്റെ കാര്യം ഇതില്ല. ഏതായാലും നമ്മൾ അതൊന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആകാശമൊക്കെ ഒന്ന് റെഡായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉള്ള ഈ സ്കൈ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ഇവിടെ അണ്ണന്മാരുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മരുന്നെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വരുന്നുണ്ടല്ല, നിങ്ങൾ വരില്ല കൂടെ. ഈ ഇന്ന മാതിരി പിന്നെ ഇവങ്ങൾക്ക് കല്യാണം നടക്കാതാ. എന്റെ കൂടെ വന്ന് എഡിറ്റ് ചെയ്യല്ല ചെയ്തു തരാൻ എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാൻ. നമ്മളെ പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ ആ സൈഡിലൂടെയൊക്കെ ഓടിപ്പോകുന്നുണ്ട്. ഫിഷിംഗ് സ്പോട്ട് എത്താറായി. അതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതായത് ആദ്യം വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. ഇത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാര, വറ്റക്കുട്ടി എന്നിങ്ങനെയുള്ള മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. വേളാപാര കേട്ടാ, വേളാപാരയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മീനുകളാണ്. ഇതിൽ നെയ്മീനൊക്കെ പിടിച്ചു വരും കേട്ടോ. ഏത് മീൻ എപ്പോൾ പിടിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാ ഇതാണ് സാധനം. അപ്പോൾ ഇത് വിട്ട് നമ്മൾ മീൻ പിടിക്കും. അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിരവധി മീനുകളുണ്ട്, ചെറുതും വലുതായിട്ടുള്ളത്. ഇതൊക്കെ എറിഞ്ഞിട്ട് വലിക്കും. അതിന്റെ പ്രോസസ്സൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാം. അങ്ങനെ 5:45 വള്ളം നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലെത്തി. 3 മണി 3:45 ഓടാൻ തുടങ്ങിയത് 5:45 എത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ അവരെടുത്ത് ടങ്കീസിലോട്ട്, അതായത് റോളിലോട്ട് കെട്ടുവാണ്. റോളിൽ കെട്ടി മീനൊക്കെ വെച്ച് കെട്ടി വെക്കുകയാണ്. ഇനിയിപ്പോൾ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ടുള്ള പാരലെത്തി. പാരെന്ന് പറയുന്നത് നമ്മളെ കടലിനടിയിലുള്ള പാറകളാണ്. ഏകദേശം ഒരു 33-34 കിലോമീറ്റർ ഉൾക്കടലിൽ എത്തിയിട്ടുണ്ട്. ഈ കടലിലാണ് നമ്മൾ പണി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ മീൻ എറിഞ്ഞ് വലിച്ചു നോക്കും. ഏതെങ്കിലും പാരയോ വറ്റയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മീൻ കിട്ടും. നെയ്മീനോ ഉളാവോ പറയാൻ പറ്റത്തില്ല ഏത് മീനാണ് പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ മീന് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. തടെ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ടാ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്.
സാധനം. ഇത് വെച്ച് എന്ത് മീൻ പിടിക്കും എന്നുള്ളതൊക്കെ ഇപ്പൊ കാണാം. ഒത്ത സൈഡ് தான் இருக்கு. അതില് ഒരു സൈഡ് കാണാം. ഇത് എതൊക്കെ കൊടുത്തീங்க? വേറെ മീനില്ലയാ? അല്ലെങ്കിൽ പെയിന്റ് അടിച്ചു പോയിங்க. കര കൊണ്ടുപോയിട്ട് ക്യൂടെക്സ് വാങ്ങി അടിയുங்க. മറ്റു വള്ളങ്ങളൊക്കെ കയറി വിടുന്നുണ്ടല്ലേ. ഇതുപോലെ തന്നെ എല്ലാവരും ഇട്ടിട്ട് വലിച്ചോണ്ട് വരുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മീൻ വന്ന് ഓടി അത് ഇരയെന്ന് കരുതിയിട്ട് ചെറിയ മീനുകളാണെന്ന് കരുതിയിട്ട് അടിക്കും. സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ വരുന്ന നോക്കി എത്ര പെട്ടെന്നാ ഇപ്പൊ മേളിലോട്ട് കയറണേന്ന് നോക്കിക്കോ. അതെ, സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞ് ഓരോരുത്തര് മാറി സൈഡിലൊക്കെ ആയി. നമ്മള് മാത്രം ഇവിടെ ആയി. വലിച്ചു കൊടുക്കേ. നമ്മുടെ അണ്ണന്റെ മീൻ പിടിച്ചു. ആദ്യത്തെ വള്ളത്തിലെ ഇത്ര പേര് കയറി വിട്ടല്ലേ ആദ്യത്തെ മീന്. പാരാ നീതാനാ? അയ്യോ പോയി, മാനം പോയി. അയ്യോ, ഞാൻ പൊക്കി പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത്. അങ്ങനെ 6 മണിക്ക് വിട്ട കയറ് 6:30 മീൻ പിടിച്ചു വരുന്നുണ്ട്. ഞാൻ കീഴെ പോയിടുവനോ? ആദ്യത്തെ മീൻ അണ്ണന് പിടിച്ചു വന്നതായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ അത് നിർഭാഗ്യം കൊണ്ട് പിടിച്ചു പോയി. ഞാൻ അടുത്ത മീന് ആൾ കൊണ്ടുവരുന്നുണ്ട്. വരുന്നു, കാണാൻ തുടങ്ങി. ആഹാ, വത്തക്കുട്ടി. 1.5 കിലോ വരും സാധനം കണ്ട. എവിടെ ഇപ്പൊ തൂട്ടാറില്ല. കേട്ടോ, ഏകദേശം 1 കിലോ വരും. ഫസ്റ്റ് മീനുക്ക് പവർ ഇருக்கு. 7 മണിക്ക് ഇവിടെ പാത്രം ചോറല്ലാണ്ട് സമയം 7 മണി. പങ്കടെ என்ன பெரிய மீனை பார்த்தா கோலாவை பிடிச்சிருக்காங்க. திரியா என்ன இத சுட சுட சாப்பிடணும். வெளியே போட்டுறாதீங்க. அவங்க முள்ள மட்டும் குத்த விட்டுறாதீங்க சார். கம்படா, கம்பெடுத்தா அறுப்பு விழுவும். ஒரு மீன் பிடிக்க பார்த்து பத்திரமா ஏக்கர் பத்திரமா. എൻ്റെ അമ്മ പിടിച്ച്. നമ്മുടെ കോള, തിരിയ എന്നൊക്കെ പറയുന്ന മീനാണ്. പുള്ളിക്കാരൻ്റെ മുള്ളു കൊണ്ട് കഴിഞ്ഞ് നിന്നാൽ പോയി. എടുത്ത് കറി വയ്ക്കാൻ കൊടുത്തു. അപ്പിയെ കിടക്കണം. കുറച്ച് നേരം അളയും കഴിക്കും. எப்படி இருக்கு கஞ்சி? எப்படி இருக்கு? சூப்பரா. கறி അടിപൊളി. ഒരാൾ കഴിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവർക്കും വിശപ്പൊന്നും കഴിക്കാൻ തുടങ്ങുന്നു. இங்க என்ன ஸ்டோரி ஓடிட்டு இருக்கு? ஐயோ, மாப்பிள்ளைய நினைச்சா பெருமையா இருக்குன்னு சொன்னாங்க. അപ്പോ നമ്മള് പാരപ്പണി നിന്നിട്ട് അടുത്ത കണവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. കണവയിൽ തന്നെ ഇത് നോക്കിയേ, നമ്മുടെ ചെമ്മീനെ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് തടിയാണ് കേട്ടോ. തടിക്കട്ടയിൽ ഈ ഭാഗത്ത്
ഈയം കാണും, അതായത് വെയിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് വിടുന്ന സമയത്ത് ഈ ഡിസ്കോയിൽ കെട്ടി തന്നെയാണ് വിടുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സാധനം ഇവിടത്തുള്ളൂ. 3 കിലോ 4 കിലോ അങ്ങനെയുള്ള വലിയ വലിയ കണവകളൊക്കെ വരും. കാണാൻ ചെമ്മീനെ പോലെ ഉണ്ടല്ലേ, കാണാൻ മുകളിൽ നോക്കി കണ്ണ്, ചിറക്, വാല് എല്ലാം കറക്റ്റിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും യൂസ് ചെയ്യുന്ന അതേപോലത്തെയാണ് ഇത്. ഇവരുടെയൊക്കെ ടെക്നോളജിയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ നാടുകളിൽ ഒരിടത്തും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇവർ അരമണിക്കൂറിലൊക്കെ ചെയ്തെടുക്കും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൊണ്ട് ഇത് ചെയ്തെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നാലെ വരും. ഇതാണ് സാധനം, നമ്മൾ കണവപ്പണി. ഇനിയിപ്പോൾ കണവയെ ആർക്ക് പിടിച്ചു വരും എന്നുള്ളത്, ഫസ്റ്റ് ആര് പിടിക്കും കണവ? யார் பிடிப்பாங்க ஃபர்ஸ்ட்? நீங்களா பிடிங்க. டிவிக்கே கொடி கலர் எல்லாம் விட்டுருக்காங்க, அவங்க தான் பிடிப்பாங்கன்னு நான் நினைக்கிறேன். முன்னாடி நிற்கிறாரு. അമ്മോ, അയ്യോ, കാറ്റ് നല്ല ശക്തിയായിട്ട് കൂടിയിട്ട് അങ്ങനെ പുള്ളിക്കാരൻ പിടിച്ച ഫസ്റ്റ് മീനും വെള്ളത്തിൽ കളഞ്ഞ്. അപ്പൊ എന്താണ് പിടിച്ച ഫസ്റ്റ് കണവയും വെള്ളത്തിൽ കളഞ്ഞ്. അപ്പൊ രണ്ടുപേരും മുതൽ മീനെ സാമിക്ക് വിട്ടാച്ച്, രണ്ടാമത്തെ മീനെ പിടിപ്പോ റൗണ്ട് 2. എது ஒண்ணு இருக்கு. ஐயோ அதை விட்டுட்டேனே. அது தொடக்கம் அவங்கதான் பிடிச்சாச்சா? ஆஹா, முத விட்டது சாமிக்கு, ரெண்டாவது உங்களுக்கு பிடிக்கணும். കടമ കാണുന്നതിന് ഇത്ര നേരായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചോണ്ട് വരുന്നുണ്ട്. അടിയിൽ നിന്നാ വരുന്നേ, கீழே இருந்தா வருது. ஐயோ, கீழே இருந்து வந்தா இந்த சைடு காணுமே. பின்ன வைங்க, இப்படி வச்சா பெரிய கணவா இருக்குமோ? பெரிய கணவா காலஞ்சா. என்ன நடக்குதுங்க? ஒரே காமெடியா ஓடிட்டு இருக்கு. மீன் பிடிக்க வந்தீங்களா, காமெடி காட்ட வந்தீங்களா? அம்மே, நான் இப்ப தண்ணியில போயிருப்பேன். வராங்க ജമ്മു സൈസൊക്കെ. ആഹാ, കിട്ടി. പോയല്ലേ, കിടച്ചത്. പിടിച്ചിട്ടാങ്ക மாத்து வைங்க. அப்படியே கட்டு பீச்சிட போகுது. மீன் போச்சு. ஃபர்ஸ்ட் கனவா. கனவைய கொல்லாம எப்படி நைஸ் ரோலா எடுத்து ഓക്കെ. കൊല്ലാൻ നോക്കി നടക്കുന്നില്ല. 2 കിലോ വരും. கொல்றதான் வீடியோ எடுக்க பிளான் பண்றேன். நல்ல காரியத்தை ഇപ്പൊ നോക്കിയോ, അതിനെ കൊല്ലുന്ന സമയത്ത് പകുതി കളർ മാറും. വേണ്ട, ഇതിന്റെ പകുതി കളറ് മരിച്ചു. ഇത് പകുതി സൈഡ്
ഇപ്പോൾ 2 സൈഡിൽ നിന്ന് ഒന്ന് കളർ മാറിയണ്ട. ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണവ ഈ കളറായിരിക്കും. നമ്മളിപ്പോൾ പണി ചെയ്യാൻ വേണ്ടി പോകുന്നത് പാരഷൂട്ട് ഇട്ടിട്ടാണ് കേട്ടോ. പാരഷൂട്ട് ഇട്ട് നമ്മൾ ഒഴുകി പോവും, അതിനോടൊപ്പം കണവ കയറ് ഇട്ട് കണവ പിടിക്കും. പിടിച്ചിട്ട് പോരട്ടോ ആള്. பெரிய கனவை ஒன்று பிடிச்சிட்டு வருது மக்களே பாருங்க. கனவையே இப்ப களைவாங்க. களையா முடிஞ்சது ஆ வேலை. மீன் சாமிக்கு, அடுத்த மீன் உனக்குன்னு சொல்லிட்டாங்க. போச்சா களையிற இதுதான் தெரியுமே. பயங்கரமா இருக்கு. ஒண்ணு களைஞ்சிட்டுனா முடிச்சது. க்ளோஸ் அப்ல எடுத்து காட்டுறேன். கனவா கறக்குது போல. ஒண்ணு கிட்டுறதுக்கு காத்திருக்காங்க, விட்டுறாதீங்க. அங்க இருந்து வருதா? പവർ കൈ കട്ട് നോക്കി. കേര അടിക്കണ നോക്കിയേ. കാക്ക പിടിക്കുന്നുണ്ടാ ഈ സ്ഥലത്ത് കേര അടിച്ചടിച്ച് പോന്ന്. വലിയ വലിയ കേര പോന്നുണ്ടാ. കേരത് പെരിയ സൈസ്. അപ്പൊ നമ്മുടെ കടവള്ള സ്രാങ്കിനും ഒന്ന് പിടിച്ചു വരുന്നുണ്ട്. ചെറുതല്ല. അയ്യോ ഇന്ന് പക്കം പിടിച്ചാ അണ്ണൻ അടുത്തത് പിടിച്ചിട്ട് വരുന്നുണ്ട്. എന്റെ അമ്മോ ചിരിയെല്ലാം ഉണ്ട്. എന്നെ ഇളിപ്പ് ചിരിപ്പ് ഭയങ്കരമായിരിക്ക്. പോതേ വന്നിച്ച് ചൊമ്മോ മലം തേക്ക്. ആഹാ കീട്ടിലും പുളപ്പ സാധനം. വെള്ളം മഷി തുപ്പല്. കണവയുടെ സൈസ് കണ്ടോ? ഓരോന്നും 1 കിലോയ്ക്ക് മുകളിൽ വരും. 1 കിലോയ്ക്ക് മുകളിൽ വരുന്ന 4 കിലോ. ഇതുവാ 4 കിലോ വരുമാ. എന്റെ അമ്മ കൈ പിടിക്കാൻ പറ്റുന്നില്ല. അതോ കണ്ട എന്റെ കൈ ഭയങ്കരമായി. കൊണ്ണാച്ചാ കൊല്ലയാ. കടിച്ചു വെച്ചിருக்கு. സത്തിട്ടേ അങ്ങനെ ഞാൻ കൊന്നു ഗൈസ്. കൊലകാരനായി ഞാൻ. 1/2 കിലോ പോടവാ. അടിക്കുന്നുണ്ടാ? ഇതുണ്ടല്ലേ ചിറകിടന്ന് ഓടുന്നുണ്ടാ? രണ്ടെണ്ണം പിടിച്ചതിന്റെ അഹങ്കാരാണ് കേട്ടാ ഇത്. തിരമാല വരുന്നുണ്ടാ കാറ്റിന്. വരും. എന്റെ ഒമ്മോ കച്ചാലപ്പൊട്. അയ്യോ കൈ വെച്ചാ പിടിച്ചിக்கலாம். വിടരാതിങ്ങ കമല. പിടിച്ചത് ഏറ്റവും ഒരു ഏരിയ ഫുള്ള് കറുത്ത്. സമയം 11:30 ആയി. ഇവിടെ ഓരോ കോമഡികളൊക്കെ അടിച്ചടിച്ച്
ചൂണ്ടയിട്ട് അടികൊണ്ടിരിക്കുക. മീനൊന്നും കളവെന്ന് വരാതെ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും മീൻ പിടിക്കോ? കണവ വരുമ്പോ ഇപ്പൊ എപ്പോഴാച്ചും അയ്യോ, ഇവിടെ നിന്ന് ആര് മീൻ പിടിച്ചാലും കുറ്റാണ് ഇവിടത്തെ ആൾക്കാണ്. പുള്ളിക്കാരൻ 5 അര മാറ്റിയിട്ടാണ് ഇപ്പൊ വിടുന്നത്. ആ പുള്ളിക്കാരൻ മാറ്റിയ ഏതെങ്കിലും അവിടെ കണവ പിടിച്ചത്. ഓ, അവസ്ഥ നോക്കണേ. ഇത്രയും ഗതി കേട്ടപ്പോ വേറെ കാണൂല. ഇതാ വലിച്ചിട്ടു കിട്ടിയേ. പുള്ളിക്കാരെ മാറ്റിയതില് കണവ പിടിച്ചു. അടുത്തൊരു കണവ പിടിച്ചു വരുന്നുണ്ട്. കശാല് വേണ്ടല്ലേ? കശാല് വേണല്ലേ? സമയം 1:45. നമ്മളെ വീണ്ടും അടുത്തൊരു സ്ഥലത്ത് വന്ന് നമ്മൾ ആങ്കര ഇടുവാണ്. കാറ്റ് അത്യാവശ്യം നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കണവയുടെ പണി തീർന്ന് എല്ലാം ചുറ്റിയെടുക്കുവാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്ലാത്തി പിടിച്ച് കളിക്കും. 2 ക്ലാത്തി. അങ്ങനെ 2:50 ആയിട്ടുണ്ട്. നമ്മുടെ പണികളെല്ലാം തീർന്ന് നമ്മൾ ആ ഓടാൻ വേണ്ടിയിട്ട്, കരയിലോട്ട് ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇന്നേ വരെ ഒരു ചാനലിൽ കാണിച്ചു കാണത്തില്ല. ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലായിരിക്കും ഫസ്റ്റ് ടൈം പായിട്ട് പോകുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഈ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. നോക്കാം. തടി അവിടെ നിന്ന് ഉയർന്നു. അയ്യോ, നല്ല തണൽ വന്നു. ആഹാ, വിരിഞ്ഞു. ഓക്കേ, എവിടെയെങ്കിലൊക്കെ കെട്ടി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ പായൽ വള്ളം ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എഞ്ചിനിൽ ഓടുന്നുണ്ട്. എഞ്ചിൻ്റെ കൂടെ തന്നെ ഈ പായലും കൂടെ ഓടുമ്പോഴേക്കും സ്പീഡ് ഒത്തിരി കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാ ഉപയോഗിക്കുന്നത്. നോക്കിയേ, കോടക്കാറ്റ് വന്നതുകൊണ്ട് തന്നെ എല്ലാം മടക്കി എടുക്കുകയാണ്. കാരണം കരയിൽ നിന്ന് കാറ്റ് വരാൻ തുടങ്ങി. കരയിൽ നിന്ന് കാറ്റ് വരുമ്പോഴേക്കും ഈ സാധനം അഴിച്ചെടുത്ത് വീണ്ടും മടക്കി വയ്ക്കും. കാരണം ഇനി നമ്മൾ എതിർത്താണ് ഓടുന്നത്. കാറ്റിന് എതിർത്ത് ഓടുന്ന സമയത്ത് ഇതും വെച്ചോണ്ടങ്ങ് ഓടാൻ പറ്റത്തില്ല, ഓട്ടം കുറയും. അങ്ങനെ കൃത്യം 4:50 ആയിട്ടുണ്ട്. 4:50 ആയപ്പോഴേക്കും നമ്മൾ കരയിലോട്ട് എത്തിക്കഴിഞ്ഞാണ്. കരയിലെത്തി. എൻ്റെ അമ്മ, കാറ്റ് കരയിൽ നിന്ന് വന്നത് ഞാൻ ആ സമയത്ത് കാണിച്ചായിരുന്നു. അതേപോലെ തന്നെ കാറ്റിൻ്റെ ശക്തിയും കൂടി. നിമിഷങ്ങൾക്കകം ഈ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കടലടിക്കുന്നത് കാണാം. കണ്ടാ, കടലടിച്ച് പോകുന്നത് ഇവിടെ എല്ലായിടത്തും അടിക്കും. അങ്ങനെ നമ്മൾ കരയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കച്ചവടമൊക്കെ കാണാം കേട്ടോ. മീൻ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ മീൻ കച്ചവടം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് അടുപ്പിച്ച് കൊല്ലുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ലേലം വിളിക്കുന്നത്, ഒരു മീനിന് ലേലം വിളിക്കുമ്പോൾ തന്നെ എങ്ങനെ പോയാലും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അടുക്കും. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. മീൻ കച്ചവടം ഇപ്പോഴല്ല, 6 മണിക്ക് ശേഷമാണ് മീൻ കച്ചവടം ഇവിടെ തുടങ്ങുന്നത് കേട്ടോ.
അപ്പോൾ 6 മണിക്ക് മീൻ കച്ചവടം തുടങ്ങും. അതായത് കണവ എല്ലാം ഇവർ ടോക്കൺ എടുക്കണമെന്ന് പറയും. മീനുകൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം ടോക്കൺ എടുക്കണം. വള്ളം അണച്ച് വരുമ്പോൾ തന്നെ പോയി ടോക്കൺ എടുത്ത് ആ ടോക്കൺ നമ്പർ അവർ വിളിക്കും. 5 നമ്പർ വീതം വിളിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ആ ഒരു സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ കാഴ്ചകൾ കാണിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഉണ്ടെന്നുള്ളത് അവസാനം രാത്രിയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും. ഓ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, ഇതാവാ പരിപരിയായിട്ട് വരുന്നുണ്ട്. അപ്പം പാക്കലാം, ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ മീനുകളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 10,000 രൂപയ്ക്കാണുള്ളത്. ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം 45 ലിറ്റർ മണ്ണെണ്ണ ചിലവായിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണെണ്ണ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യം എന്ന് പറയും. പെർമിറ്റ് എണ്ണ ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയ്ക്കാണ്. അതുകൊണ്ട് വലിയ ചിലവൊന്നുമല്ല. എന്നിരുന്നാൽ അധികം നമ്മുടെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചിലവ് വരും. കാരണം എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് എങ്ങനെയല്ലെങ്കിൽ 100-101 രൂപയ്ക്ക്. അപ്പോൾ ഏതായാലും മീനൊക്കെ വിറ്റ് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കോമഡി ആയിരുന്നു. ഫുള്ള് ചിരിച്ച് എൻ്റെ വയറ് കവിളും വേദന ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ.